ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് കേരള ബഡ്ജറ്റിൻ്റെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കേരള ബഡ്ജറ്റ് ഹിസ്റ്ററി. ബഡ്ജറ്റ് ലെതർ ബ്രീഫ് കേസ് എന്നർത്ഥം വരുന്ന ബാഗറ്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് ബഡ്ജറ്റ് എന്ന പദം ഉണ്ടായത്. ബഡ്ജറ്റ് അതായത് ഭാവിയിലേക്കുള്ള കണക്കുകൂട്ടലുകളെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കണക്കുകൂട്ടലുകൾ, ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കണക്കുകൂട്ടലുകളെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള ബഡ്ജറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ 1865 അന്നത്തെ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവാണ് സെക്രട്ടേറിയറ്റിന് തറക്കല്ലിടുന്നത്. 1865. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 1869 സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 1949 അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ധനകാര്യ വകുപ്പ് രൂപം കൊണ്ടു. പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം അതായത് 1956 നവംബർ 1 സംസ്ഥാനം രൂപീകരിച്ചത്. അതിനുശേഷം 1957 ജൂൺ 7 ഐക്യ കേരളത്തിൻ്റെ ആദ്യ ബജറ്റ്, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് 1957 ജൂൺ 7 അന്നത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു. അദ്ദേഹമാണ് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. സി അച്യുതമേനോൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.